ഹായ് എവ്രിവൺ, നമ്മളിത് നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ തന്നെ സൈക്ലോൺസ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ്. ഇതിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് PYQ പ്രിലിംസിന്. 2020 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, നമുക്ക് അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുമ്പോൾ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ ചോദിക്കുന്നത്. മോസ്റ്റ്ലി സ്റ്റാറ്റിക് പോർഷൻസ് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈക്ലോൺസ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സൈക്ലോൺസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം രണ്ട് ടൈപ്പ് ഓഫ് സൈക്ലോൺസ് ഉണ്ട്. ട്രോപ്പിക്കൽ സൈക്ലോൺസും ടെമ്പറേറ്റ് സൈക്ലോൺസും. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ട്രോപ്പിക്സിൽ ഉണ്ടാകുന്ന സൈക്ലോൺസ് ആർ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, ടെമ്പറേറ്റ് റീജിയനിൽ അല്ലെങ്കിൽ മിഡ് ലാറ്റിറ്റ്യൂഡ്സിൽ ഉണ്ടാകുന്നത് ടെമ്പറേറ്റ് സൈക്ലോൺസ്. അപ്പോൾ എങ്ങനെയാണ് ട്രോപ്പിക്കൽ റീജിയൻസിൽ ബിറ്റ്വീൻ ദി ട്രോപ്പിക്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിളിക്കും. ആൻഡ് കുറച്ചുകൂടെ മുകളിലോട്ട് മിഡ് ലാറ്റിറ്റ്യൂഡ്സിൽ ഉണ്ടാകുന്നതിന് നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് വിളിക്കും. ഈ ടെമ്പറേറ്റ് സൈക്ലോൺസിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ തന്നെ അതുണ്ടാകുന്ന റീജിയൻസിനനുസരിച്ച് നമ്മൾ പല പേരിൽ വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈസ്റ്റേൺ പസഫിക് റീജിയനിലാണെങ്കിൽ ഇതിനെ ടൈഫൂൺസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ചൈന, ജപ്പാൻ ആ ഒരു റീജിയൻ ഉണ്ടല്ലോ, അതിനെ നമ്മളിവിടെ ടൈഫൂൺസ് എന്ന് വിളിക്കും. ഇപ്പം ഓസ്ട്രേലിയ എടുക്കുകയാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയൻ റീജിയനിലാണെങ്കിൽ നമ്മളതിനെ വില്ലീസ് എന്ന് വിളിക്കും. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഓഷൻ റീജിയനിലാണ്, ഇവിടെയാണ് ഉണ്ടാകുന്നതെങ്കിലാണ് അതിനെ എന്ത് വിളിക്കുന്നത്? സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. ഇനി അറ്റ്ലാന്റിക്കിന്റെ റീജിയനിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ പസഫിക്കിലോ ആണെങ്കിൽ അതിനെ നമ്മൾ ഹാരിക്കെയിൻസ് എന്ന് പറയും. അപ്പോൾ ടൈഫൂൺസ് എന്ന് വിളിക്കാറുണ്ട്, ഹാരിക്കെയിൻസ് എന്ന് വിളിക്കാറുണ്ട്, വില്ലീസ് എന്ന് വിളിക്കാറുണ്ട്, സൈക്ലോൺസ് എന്ന് പറയാറുണ്ട്. എന്തിനെ? ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ. ടെമ്പറേറ്റ് സൈക്ലോൺസിന് നമ്മൾ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നും പറയും. ഇനി ഇതുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് റീസൺസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൽ രണ്ടിലും ഒരു ലോ പ്രഷർ സെന്റർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ലോ പ്രഷർ സെന്റർ ഉണ്ടാകുന്ന രീതി നമ്മുടെ ടെമ്പറേറ്റിലും ട്രോപ്പിക്കലിലും രണ്ട് രീതിയാണ്. പക്ഷേ ഒരു ലോ പ്രഷർ സെന്റർ ഉണ്ടാവുകയും ആ ലോ പ്രഷർ സെന്ററിലേക്ക് ചുറ്റുന്ന ഹൈ പ്രഷർ സെന്ററിൽ നിന്നുള്ള എയറിന്റെ സർക്കുലേഷൻ വരികയും ചെയ്തിട്ടാണ് നമ്മുടെ സൈക്ലോൺസ് ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയാണ് ഈ ട്രോപ്പിക്കൽ റീജിയനിൽ ഈ ഒരു ലോ പ്രഷർ സെന്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ട്രോപ്പിക്കൽ റീജിയനിൽ എങ്ങനെയാണ്? നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന റേസ് ഡയറക്ട്ലി വേർട്ടിക്കലി ഫോളോ ചെയ്യുന്നൊരു റീജിയൻ ആണ് ട്രോപ്പിക്കൽ റീജിയൻ, അല്ലേ? അപ്പോൾ ഈ ട്രോപ്പിക്കൽ റീജിയനിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഈ ഒരു ഏരിയയിൽ നിന്നുള്ള എയർ മുകളിലേക്ക് റൈസ് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ ഒരു ലോ പ്രഷർ സെന്റർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ലോ പ്രഷർ സെന്ററിലേക്ക് ചുറ്റും നിന്നും എയർ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇനി എർത്തിന്റെ റൊട്ടേഷൻ കാരണം, എർത്തിലുണ്ടാകുന്ന റൊട്ടേഷൻ, എർത്ത് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ എർത്തിലുണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ്. ഈ ഒരു ഫോഴ്സ് എർത്തിലുള്ള എല്ലാ മൂവിങ് ബോഡീസിനെയും അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്കുലേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ലോ പ്രഷർ സെന്ററിലേക്ക് ഹൈ പ്രഷറിൽ നിന്ന് എയർ വരുന്ന ആ ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റിനെയും നമ്മുടെ ഈ കൊറിയോളിസ് ഫോഴ്സ് എഫക്റ്റ് ചെയ്യും. കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്റ്റ് എങ്ങനെയാണ്? ഇപ്പൊ ഇത് ഇക്വേറ്റർ ആണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കൊറിയോളിസ് ഫോഴ്സ് ഈ മൂവിങ് ഒബ്ജക്ട്സിനെ ഡിഫ്ലക്ട് ചെയ്യുന്നത്. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് ലെഫ്റ്റിലത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മളൊരു ലോ പ്രഷർ സെന്റർ ഉണ്ടായി. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഒരു ലോ പ്രഷർ സെന്റർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടേക്ക് എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷർ സെന്ററിൽ നിന്ന് വിൻഡ് വരുവാണ്, അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ നടക്കുവാണ്. ആലോചിച്ച് നോക്കിയേ, ഹൈ പ്രഷർ സെന്ററിൽ നിന്ന് വിൻഡ് താഴേക്ക് വരുവാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ വിൻഡിന്റെ ഡയറക്ഷൻ റൈറ്റിലേക്ക് മാറണം, അല്ലെ? വിൻഡ് താഴോട്ട് സഞ്ചരിക്കുന്നു, വിൻഡിന്റെ റൈറ്റിലേക്ക് ഈ വിൻഡിനെ ഡിഫ്ലക്ട് ചെയ്യുന്നു. ഇവിടെയും ഈ വരുന്ന വിൻഡിന്റെ അല്ലെങ്കിൽ ആ എയർ സർക്കുലേഷന്റെ റൈറ്റിലത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. അങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ
റൈറ്റ് സൈഡിലത്തേക്ക് ഈ വരുന്ന എയറിന്റെ എല്ലാം പാത്ത് ഡിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ നോക്കിയേ, ഇത് ഇങ്ങനെയാണല്ലോ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോർത്തേൺ ഹെമിസ്ഫിയറില് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാവുന്നത് എന്ത് ഡയറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതല്ലേ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഒരു ഹൈ പ്രഷറിൽ നിന്ന് വരുന്ന എയർ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു അറൌണ്ട് ദിസ് ലോ പ്രഷർ സെന്റർ. അതാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. നേരെ തിരിച്ചാണ് സദേൺ ഹെമിസ്ഫിയറിൽ. സദേൺ ഹെമിസ്ഫിയറിലാവുമ്പോൾ ഈ വരുന്ന വിൻഡിനെ എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യപ്പെടും. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ ആണോ? അതായത് ടെമ്പറേച്ചറിന്റെ ഇൻക്രീസ് കാരണം, ടെമ്പറേച്ചർ റൈസ് കാരണം ഒരു ലോ പ്രഷർ സെന്റർ എവിടെയാണ്? ട്രോപ്പിക്കൽ റീജിയനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സറൗണ്ടിങ് ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വിൻഡ് അല്ലെങ്കിൽ എയർ ഈ ലോ പ്രഷർ സെന്ററിലേക്ക് വരുന്നു. കോറിയോളിസ് ഫോഴ്സ് കാരണം അതിന്റെ മൂവ്മെന്റിന് ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു. എന്നിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഒരു സർക്കുലേഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സദേൺ ഹെമിസ്ഫിയറിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാവുന്നത്. ഇനി ടെമ്പറേറ്റ് സൈക്ലോൺസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെമ്പറേറ്റ് റീജിയനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ടെമ്പറേറ്റ് റീജിയൻ ആണെങ്കിൽ, ടെമ്പറേറ്റ് റീജിയനിലെ ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മുടെ പോളിൽ നിന്നുള്ള കൂൾ എയർ താഴേക്ക് വരുവാണ് അല്ലേ? അതേപോലെ തന്നെ ഇക്വേറ്ററിൽ നിന്നുള്ള വാം എയർ മുകളിലേക്ക് പോവാണ്. അപ്പോ ഈ ഒരേ ക്യാരക്ടറുള്ള അല്ലെങ്കിൽ സെയിം ടെമ്പറേച്ചർ സെയിം മോളിക്യൂൾസ് ഒക്കെ ഉള്ള ഒരു ബഞ്ച് ഓഫ് എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയർ മാസ്. അപ്പൊ ഇക്വേറ്ററിൽ നിന്ന് ഒരു വാം എയർ മാസ് മുകളിലേക്ക് പോകുന്നു, സബ് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ പോളിൽ നിന്നൊരു കൂൾ എയർ മാസ് താഴേക്ക് വരുന്നു. അപ്പൊ ഈ രണ്ട് എയർ മാസും കൂടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രണ്ടിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂൾ എയർ മാസ്, കൂളായിട്ടുള്ള എയർ മാസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹെവി ആയിരിക്കും. വാം എയർ മാസ് കുറച്ച് ലൈറ്റർ ആയിരിക്കും. അതിനിങ്ങനെ പൊങ്ങി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഈ കൂൾ എയർ മാസ്, ഹെവി ആയിട്ടുള്ള കൂൾ എയർ മാസ് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാം എയർ മാസിനെ ഇങ്ങനെ പതിയെ ലിഫ്റ്റ് ചെയ്യും. ഈ കൂൾ എയർ മാസ് കുറച്ചുകൂടി ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വന്ന് വാം എയർ മാസിനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ആ വാം എയറിന്റെ ലിഫ്റ്റിംഗ് ഉണ്ടാവുന്ന സമയത്താണ് ഇവിടെ ഒരു ലോ പ്രഷർ സെന്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഈ ലോ പ്രഷർ സെന്ററിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രഷർ സെന്ററിൽ നിന്ന് വിൻഡ് വരുന്നു, അവിടെ ഒരു സൈക്ലോൺ ഫോം ചെയ്യുന്നു. ഇനി ഈ ഒരു വാം എയർ മാസിനെ ലിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ലിഫ്റ്റ് ചെയ്ത് മൊത്തത്തിൽ ഇത് കോൾഡ് എയർ മാസ് ആ ഒരു റീജിയൻ കൈയടക്കി കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് പറയാറുണ്ട്. അതായത് ആ ഫ്രണ്ട് നശിച്ചു, അതിനെ നമ്മൾ ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് പറയും. അപ്പൊ ഫ്രണ്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൈക്ലോൺ അവിടെ നിൽക്കുമോ? ഇല്ല. ഒക്ലൂഡഡ് ഫ്രണ്ട് ആയി കഴിയുമ്പോഴത്തേന് സൈക്ലോൺ പതിയെ ഡൈ ചെയ്തു പോകും. അതാണ് നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോണിന്റെ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കുവാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ, ടെമ്പറേറ്റ് സൈക്ലോൺ, ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് മോർ ഓഫ് ലൈക്ക് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കും. നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോൺ ആണെങ്കിൽ അതൊരു വി ഷേപ്പിലായിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ലോ പ്രഷർ സെന്ററിന് ചുറ്റും എന്ത് ചെയ്യും? ഈ ഒരു ഹൈ പ്രഷർ സെന്ററിൽ നിന്നുള്ള വിൻഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ടെമ്പറേറ്റ് സൈക്ലോണിൽ ആ വാം എയറിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് ഈ ഒരു എയർ സർക്കുലേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അത് വി ഷേപ്പിൽ കാണപ്പെടുന്നത്. ഇനി നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഒരു മെയിൻ പാർട്ടാണ് ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് പറയുന്നത്. നമ്മളൊരു ലോ പ്രഷർ സെന്ററിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു ലോ പ്രഷർ സെന്റർ ഏരിയ എന്ന് പറയുന്നത് ആ ഒരു എയറിന്റെ ഇൻവേർഡ് എയറിന്റെ ഒരു ടർബുലൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് പറയുന്നത്. അതിന് ചുറ്റും, ഈ ഐക്ക് ചുറ്റുമാണ് റെയിൻ ബാൻഡ്സ് ഉണ്ടാവുന്നത്. അതായത് ഈ ഐക്ക് ചുറ്റും ഈ എയർ സർക്കുലേറ്റ് ചെയ്യുന്ന ആ ഏരിയ ഉണ്ടല്ലോ, അവിടെ ക്ലൗഡ്സ് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ റെയിൻ ബാൻഡ്സ് എന്ന് പറയുന്നത്. അവിടെ ക്ലൗഡ്സ് ഉണ്ടായിരിക്കും. ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ നിംബോസ്ട്രാറ്റസും ക്യുമുലോ നിംബസും ആയിരിക്കും.
നിംബോസ്ട്രാറ്റസ് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ഈ ഒരു ഐക്ക് ചുറ്റും ഫോം ചെയ്യും. അതിനാണ് നമ്മൾ റെയിൻ ബാൻഡ്സ് എന്ന് പറയുന്നത്. ഈ റെയിൻ ബാൻഡ്സ് കാരണം ഈ ഐക്ക് ചുറ്റും റെയിൻഫോൾ ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഐയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐയിൽ എന്താണ് പറ്റുന്നത്, ചുറ്റും നിന്നും കൂൾ എയർ വരുവാണല്ലേ. അതായത് ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ എയർ കമ്പാരിറ്റീവ്ലി കൂളർ ആയിരിക്കും. ലോ പ്രഷർ സെന്ററിൽ വാം എയർ ആയിരിക്കും. ചുറ്റും വരുന്ന ഹൈ പ്രഷർ സെന്ററിൽ നിന്ന് വരുന്ന എയർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി കൂൾ ആയിരിക്കും. അപ്പൊ കൂൾ എയർ എന്ത് ചെയ്യുവാണ്, ഈ ഐയിലത്തേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുവാണ്. കൂൾ എയർ എല്ലാം കൂടെ വന്നിട്ട് അവിടെ ഒരു പ്രഷറൈസ്ഡ് റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഈ ഒരു ഐ റീജിയനിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈ ഒരു സറൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. ഒരു 10 ഡിഗ്രി സെൽഷ്യസോളം ഈ ഒരു ഐയിലെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇതായിരുന്നു ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2020 ചോദിച്ചത്. അതിനകത്തൊരു തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു. സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നത് ഐയിലെ ടെമ്പറേച്ചർ 10 ഡിഗ്രി ലെസർ ആയിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഐയിലെ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടുതലായിരിക്കും. ഇനി നമുക്കിത് തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ടാവുന്നത്. അപ്പൊ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഒറിജിൻ തെർമൽ ഒറിജിൻ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോൺ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അത് കോൾഡ് എയർ മാസ് വാം എയർ മാസിനെ ലിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അവിടെ ഒരു ഡൈനാമിക് ഒറിജിൻ ആണ് ആർക്കുള്ളത്, നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോണിനുള്ളത്. ലാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രോപ്പിക്സിനിടയിലുള്ളത്. അതായത് 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്തിനിടയ്ക്കായിരിക്കും ആരുണ്ടാവുന്നത്, ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ടാവുന്നത്. ടെമ്പറേറ്റ് സൈക്ലോൺ ആണെങ്കിൽ അതിന് കുറച്ചുകൂടെ മുകളിലോട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ്, ഒരു 60 വരെ അല്ലെങ്കിൽ 65 വരെയുള്ള ലാറ്റിറ്റ്യൂഡ്സിലായിരിക്കും എന്തുണ്ടാവുന്നത്, ടെമ്പറേറ്റ് സൈക്ലോൺസ് ഉണ്ടാവുന്നത്. ഇനി ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് എവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളതിലാണ്. നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് സീയുടെ മുകളിൽ മാത്രമാണ്. അതായത് ആ ഒരു ലോ പ്രഷർ സെന്റർ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വാട്ടറിന്റെ മുകളിലാണ്. പെട്ടെന്ന് ചൂടാവുന്നത് വാട്ടർ ആണ് അല്ലേ. അപ്പൊ വാം വാട്ടറിന്റെ മുകളിലായിരിക്കും എപ്പോഴും ട്രോപ്പിക്കൽ സൈക്ലോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോണിന് അതിന്റെ ആവശ്യമില്ല. ടെമ്പറേറ്റ് സൈക്ലോണിൽ ജസ്റ്റ് 2 എയർ മാസസ് തമ്മിൽ മീറ്റ് ചെയ്താൽ മതി. അതിപ്പം സീയുടെ മുകളിലാവാം അല്ലെങ്കിൽ ലാൻഡിന്റെ മുകളിലാവും. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓൺലി സീയുടെ മുകളിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ടെമ്പറേറ്റ് സൈക്ലോൺസ് ആണെങ്കിൽ ലാൻഡിലും സീയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ ഇത് ഉണ്ടാവുന്ന സമയം പറയുവാണെങ്കിൽ, നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുന്നത് അത് മോർ ഓർ ലൈക്ക് ഒരു ഇറഗുലർ ആയിട്ട് ഉണ്ടാവുന്ന ഒരു പാറ്റേൺ ആണ്. അത് സമ്മറിലും ഉണ്ടാവാം, വിന്ററിലും ഉണ്ടാവാം. പക്ഷെ സമ്മറിൽ അതിൻ്റെ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ നമ്പേഴ്സ് ഒക്കെ കുറവായിരിക്കും. മോർ പ്രൊണൗൺസ്ഡ് ഇൻ വിന്റേഴ്സ് ആണ് എന്ത് ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണെങ്കിൽ, ട്രോപ്പിക്കൽ സൈക്ലോൺസ് മോസ്റ്റ്ലി ഉണ്ടാവുന്നത് നമ്മുടെ ഒരു ലേറ്റ് സമ്മർ സീസണിലായിരിക്കും. സേ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സീസണിലായിരിക്കും ആരുണ്ടാവുന്നത്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാവുന്നത്. ഇനി നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കും ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ടാവുന്നത്. ഒരു വി ഷേപ്പിലാണ് ടെമ്പറേറ്റ് സൈക്ലോൺ ഉണ്ടാവുന്നത്. ഇനി അതിന്റെ ഒരു സ്ട്രെങ്ത് പറയുവാണെങ്കിൽ, നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് അത് ആ എഫക്ട് ചെയ്യുന്ന ഏരിയ കുറച്ച് കുറവായിരിക്കും. അതായത് സീയുടെ മുകളിലുണ്ടായി അത് ലാൻഡിലേക്ക് വരുന്നു. ലാൻഡിലേക്ക് വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ, സീയിൽ നിന്നും ഇത് ലാൻഡിലേക്ക് വന്ന് കഴിയുന്നതിനാണ് നമ്മൾ ലാൻഡ് ഫോൾ എന്ന് പറയും. അത് ലാൻഡ് ഫോൾ ചെയ്ത് കഴിയുമ്പോൾ പതിയെ പതിയെ ഇതിനകത്തുള്ള മോയ്സ്ചർ, ആ ഒരു സൈക്ലോണിൻ്റെ അകത്തുള്ള മോയ്സ്ചർ ഇല്ലാതാവുകയും ആ ഒരു സൈക്ലോൺ തന്നെ ഡിസ്ട്രോയ് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് ചെയ്യുന്ന ഏരിയ ടെമ്പറേറ്റ് സൈക്ലോണിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ഒരു 500 കിലോമീറ്റേഴ്സ് അത്രയൊക്കെ ഏരിയയിൽ മാത്രമേ ഈ ഒരു ടെമ്പറേറ്റ് സൈക്ലോൺ, സ്മോളർ സൈക്ലോൺസ് ആണിത് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ടെമ്പറേറ്റ് സൈക്ലോൺസ് ആണെങ്കിൽ കുറച്ചും കൂടെ ലാർജർ ഏരിയാസ്, ഒരു 2000 കിലോമീറ്റർ വരെയൊക്കെ എഫക്റ്റ് ചെയ്യാൻ ഇതിന് പറ്റും. ഇനി അതിൻ്റെ ഡ്യൂറേഷൻ പറയുമ്പോൾ, നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോണിന് ഡ്യൂറേഷൻ കുറച്ച് കുറവായിരിക്കും. ഒരു ഫ്യൂ ഡേയ്സ്, മേ ബി ലെസ് ദാൻ എ വീക്ക് അത്രയൊക്കെ എന്ത് ചെയ്യുള്ളൂ, ട്രോപ്പിക്കൽ സൈക്ലോണിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലാൻഡ് ഫോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് മോയ്സ്ചർ ഇല്ലാതായി കഴിയുമ്പോഴത്തേന് ആ സൈക്ലോൺ ഡൈ ആയി പോകും. അപ്പോൾ ടെമ്പറേറ്റ് സൈക്ലോൺ ആണെങ്കിൽ അതിന് കുറച്ച് അധികം നാൾ, 2-3 വീക്സ് ഒക്കെ സസ്റ്റെയിൻ ചെയ്യാൻ ആർക്ക് പറ്റും, ടെമ്പറേറ്റ് സൈക്ലോണിന് പറ്റും. സ്ട്രോങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രോപ്പിക്കൽ സൈക്ലോണിൽ ഒരു സഡൻ ആയിട്ടുള്ള റെയിൻഫോൾ, സഡൻ ആയിട്ടുള്ള തണ്ടർ സ്റ്റോം ഒക്കെ ആണ് ഉണ്ടാകുന്നത്. പക്ഷെ ടെമ്പറേറ്റ് സൈക്ലോണിൽ റെയിൻഫോളും സ്റ്റോമും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് കുറച്ച് ലോങ് ഡ്യൂറേഷനിലേക്ക്, ലോങ് ഏരിയ ആണ് എഫക്ട് ചെയ്യുന്നത്. ട്രോപ്പിക്കൽ ആണെങ്കിൽ ഒരു ചെറിയ ഏരിയയിൽ ചെറിയ സമയത്തേക്ക് പെട്ടെന്നുണ്ടാകുന്ന, സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ട്രോപ്പിക്കൽ സൈക്ലോൺ തരുന്നത്. ഇനി
നേരത്തെ പറഞ്ഞു നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ചുറ്റും ക്ലൗഡ്സ് നിംബോസ്ട്രാറ്റസും ക്യുമുലോ നിംബസ് ക്ലൗഡ്സും ഉണ്ടാവുന്നത്. പക്ഷെ ടെമ്പറേറ്റ് സൈക്ലോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റും പല ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് ഫോം ചെയ്യും. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്ലൗഡ്സും അതിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യും. ടെമ്പറേറ്റ് സൈക്ലോൺസിന്റെ ഇടയ്ക്ക് ഫോം ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു ഇതിന്റെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്തിലാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. അപ്പം ഒബ്വിയസ്ലി അവിടെ അഫക്ട് ചെയ്യുന്ന വിൻഡ് ആരായിരിക്കും? ട്രേഡ് വിൻഡ്സ് ആയിരിക്കും. നോർത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻഡ്സും ആയിരിക്കും ആരെ എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ എഫക്ട് ചെയ്യുന്നത്. ടെമ്പറേറ്റ് സൈക്ലോൺസ് കുറച്ചും കൂടെ മുകളിലോട്ടുള്ള മിഡ് ലാറ്റിറ്റ്യൂഡ്സിലായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്നത് ആരാണ്? വെസ്റ്റർലീസ് ആണ്. വെസ്റ്റർലീസ് ആയിരിക്കും ഈ ഒരു ടെമ്പറേറ്റ് സൈക്ലോൺസിനെ എഫക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു സൈക്ലോൺ ആണ് ദിദ്വ എന്ന് പറയുന്നത്. ഈ ദിദ്വ സൈക്ലോൺ ഉണ്ടായത് ബേ ഓഫ് ബംഗാളിലാണ്. ഇത് നമ്മുടെ തമിഴ്നാട്, സദേൺ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി അങ്ങനത്തെ റീജിയൻസിനെയൊക്കെ ചെറുതായിട്ട് എഫക്ട് ചെയ്തു. പക്ഷെ ഇത് കൂടുതൽ എഫക്ട് ചെയ്തത് ശ്രീലങ്കയാണ്. ആൻഡ് അവിടുത്തെ ആ ഒരു സൈക്ലോൺ ഇമ്പാക്റ്റിന് നമ്മൾ കൊടുത്ത റിലീഫ് അസിസ്റ്റൻസിനെയാണ് നമ്മൾ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത്. സാഗർ ബന്ധു അതായത് നമ്മുടെ ഓഷനിലുള്ള നമ്മുടെ റിലേറ്റീവ്, നമ്മുടെ നൈബർ, ആ ഒരു ഓഷൻ മാരിടൈം നൈബർ ആയിട്ടുള്ള ശ്രീലങ്കയ്ക്ക് നമ്മൾ അസിസ്റ്റൻസ് കൊടുത്തു. ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇനി ഈ ദിദ്വ എന്ന് പറഞ്ഞ പേര് കൊടുത്തത് യമനാണ്. ആ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യമനാണ് ഇപ്പൊ ദിദ്വയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ബേ ഓഫ് ബംഗാളില് സൈക്ലോൺസ് കൂടുതലാകുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേ ഓഫ് ബംഗാളിലെ സീ സർഫസ് ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞു തെർമൽ ഇൻഡ്യൂസ്ഡ് ആണ് ആര്? ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? എയറിന്റെ റൈസ് കൂടുതലായിട്ടുണ്ടാവും. ലോ പ്രഷർ സെന്റർ ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ വാം സീ സർഫസ് ടെമ്പറേച്ചർ കാരണമാണ് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ഈ സൈക്ലോൺസ് ഒക്കെ ഉണ്ടാവുന്നത്. അടുത്ത റീസൺ ആണ് ലോ വെർട്ടിക്കൽ വിൻഷിയർ എന്ന് പറയുന്നത്. അതായത് വിൻഷിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കുറെ ലെയർ ഉള്ള ഒരു കേക്ക് പോലെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് വയ്ക്കുക. ഈ താഴെയുള്ള അറ്റ്മോസ്ഫിയറിൽ വിൻഡിന്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. കാരണം എന്താണ്? നമ്മുടെ എർത്തുമായിട്ട് കോണ്ടാക്ട് ഉള്ള പോയിന്റിൽ ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ ഫ്രിക്ഷൻ കാരണം ഈ താഴത്തെ ലെയറിൽ നമ്മുടെ വിൻഡിന്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. മുകളിലോട്ടുള്ള ലെയറിൽ അത് കുറച്ചും സ്പീഡി ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഡ് ഡിഫറൻസിനെയാണ് നമ്മൾ വിൻഡ് ഷിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പീഡ് ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സൈക്ലോൺ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പലയിടത്ത് പല രീതിയിലാണ് കാറ്റ് വീശുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ സൈക്ലോൺ ഇല്ലാതായി പോകും അല്ലെ? അപ്പൊ ആ സൈക്ലോൺ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡ് ഷിയർ അല്ലെങ്കിൽ ആ ഒരു വിൻഡിന്റെ സ്പീഡിലുള്ള ഡിഫറൻസ് കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു സൈക്ലോൺ ജെനസിസ് അല്ലെങ്കിൽ സൈക്ലോൺ ഫോർമേഷൻ നടക്കുകയും ആ സൈക്ലോണിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ വിൻഡ് ഷിയർ കുറവാണ്, സീ സർഫസ് ടെമ്പറേച്ചർ കൂടുതലാണ്. എവിടെ? ബേ ഓഫ് ബംഗാളിൽ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ബേ ഓഫ് ബംഗാളിൽ ഈ ഒരു സൈക്ലോൺസിന്റെ ഇമ്പാക്റ്റ് കേൾക്കുന്നത്. അതേപോലെ തന്നെ ഈ ബേ ഓഫ് ബംഗാളിലുള്ള വിൻഡില് മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞു മോയ്സ്ചർ കണ്ടന്റ് കുറയുന്നത് കൊണ്ടാണ് ലാൻഡ് ഫോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഡെഡ് ആയി പോകുന്നത് അല്ലേ? അപ്പോൾ വിൻഡിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സൈക്ലോണിനെ എയ്ഡ് ചെയ്യും, ആ സൈക്ലോണിനെ ഫീഡ് ചെയ്യും അല്ലേ? അപ്പൊ അതാണ് ഈ സൈക്ലോൺസ് ബേ ഓഫ് ബംഗാളിൽ ഉണ്ടാകാനുള്ള റീസൺ. ഇനി ഈ 2025 ഉണ്ടായിട്ടുള്ള സൈക്ലോൺസ് ആണ് സൈക്ലോൺ ശക്തി, സൈക്ലോൺ മൊന്ത ആൻഡ് സൈക്ലോൺ ദിദ്വ. സൈക്ലോൺ ശക്തി ഉണ്ടായത് അറേബ്യൻ സീയിലാണ്, മൊന്ത ഉണ്ടായത് ബേ ഓഫ് ബംഗാളിലാണ്, ദിദ്വയും ബേ ഓഫ് ബംഗാളിലാണ്. മൊന്തയും ദിദ്വയും ബേ ഓഫ് ബംഗാളിലാണ്, ശക്തി ഉണ്ടായത് അറേബ്യൻ സീയിലാണ്. ഇനി ഇത് ഓരോന്ന് നെയിം ചെയ്ത് ആരാന്ന് വെച്ചാൽ, ശക്തി നെയിം ചെയ്തത് ശ്രീലങ്കയാണ്, മൊന്ത നെയിം ചെയ്തത് തായ്ലൻഡ് ആണ്, ദിത്വ യമനാണ്. ഇത് എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പാനൽ ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് അങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ ഈ ഓരോ റീജിയണിലും ഉള്ള കൺട്രീസിനെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, പാനൽ ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു റീജിയണിൽ ഉണ്ടാവുന്ന സൈക്ലോൺസിന് വേണ്ടിയിട്ട് ഒരു നെയിമിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ഓരോ കൺട്രീസിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ആ ലിസ്റ്റിൽ. ആ ലിസ്റ്റിൽ നിന്ന് ഓരോ കൺട്രീസിനെയും ടേൺ വരുന്നതനുസരിച്ച് അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു പേര് ആ സൈക്ലോണിന് കൊടുക്കും. നമ്മുടെ
ഈ ഏഷ്യ പസഫിക് റീജിയൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഓഷൻ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊക്കെ നോർത്ത് ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ളവരല്ലേ, അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ ഓഷൻ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 13 മെമ്പേഴ്സിന്റെ ഒരു പാനലാണ് ഉള്ളത്. ആ പാനലിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പ്രീ അപ്രൂവ് ചെയ്യപ്പെട്ട ഒരു പ്രിപ്പയർഡ് ലിസ്റ്റിൽ നിന്ന് കുറെ പേരുകളുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ആയിരിക്കും എടുക്കുന്നത്. അത് ഏത് കൺട്രിയുടെ ടേൺ ആണോ, ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഓരോ കൺട്രി സജസ്റ്റ് ചെയ്യുന്ന പേര് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കൺട്രിയുടെ ടേൺ ആണോ അതിനനുസരിച്ച് പേരെടുത്തിട്ട് നമ്മൾ ആ സൈക്ലോണിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഈ റീജിയനിൽ 13 കൺട്രീസ് ഉണ്ട്. ആ കൺട്രീസ് ആണ് ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാൽദീവ്സ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി, ശ്രീലങ്ക, തായ്ലൻഡ്, UAE ആൻഡ് യമൻ. ഈ 13 കൺട്രീസും ചേർന്നിട്ടാണ് നോർത്തേൺ ഇന്ത്യൻ ഓഷനിൽ ഉണ്ടാകുന്ന സൈക്ലോൺസിനുള്ള നെയിം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് സൈക്ലോൺസിനെ പറ്റി പറയാനുള്ളത്. I hope this session is useful for you. See you in the next session.